നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മണ്ണുത്തിയിലും പരിസരത്തും വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. താണിക്കുളം പഞ്ചായത്ത് ഓഫീസ് റോഡ് റവന്യൂ മന്ത്രി കെ രാജൻ നാടിന് സമർപ്പിച്ചു. നടത്തറ പൂച്ചട്ടി റോഡിൽ ഗ്രൗണ്ടിന് സമീപം മധ്യവയസ്കനെ 3-അംഗ സംഘം വെട്ടിക്കൊന്നു. കോൾപ്പടവുകളുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കൂടുതൽ ശ്രദ്ധ നൽകുമെന്ന് മന്ത്രി കെ രാജൻ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണ്ണുത്തി യൂണിറ്റ് കൺവെൻഷൻ ഡോക്ടർ KS ജയന്തി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മണ്ണുത്തിയിലും പരിസരത്തും വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചു. യൂണിവേഴ്സിറ്റിയിലെ സെയിൽസ് കൗണ്ടറിന് മുന്നിലെ മരം കടപുഴകി വീണു. കോമ്പൗണ്ടിലും ചിറക്കേക്കോട് റോഡിലും മാടക്കത്ര അയ്യപ്പൻകാവ് ക്ഷേത്ര പരിസരത്തും കുണ്ടുംകുളം റോഡിലും മരങ്ങൾ വീണ് വൈദ്യുതി ലൈനുകൾക്കും വീടുകൾക്കും മതിലുകൾക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. എവിടെയും ആളപായമില്ല. മണ്ണുത്തി ഒല്ലൂക്കര പെരുമ്പടപ്പ് മനയിൽ മരങ്ങൾ വീണ് നാശനഷ്ടം സംഭവിച്ചു. ചിറക്കേക്കോട് യൂണിവേഴ്സിറ്റി ഗേറ്റിന് സമീപം വൈദ്യുതി ലൈനിലേക്ക് മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. മണ്ണുത്തി യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിൽ മരങ്ങൾ വീണ് വൈദ്യുതി ലൈൻ പൊട്ടിവീണു. KEB ജീവനക്കാർ എത്തി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ട്. പുന്നമ്പറമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പരിസരത്ത് ചുഴലിക്കാറ്റിൽ സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി സെയിൽ കൗണ്ടറിൽ മരങ്ങൾ കടപുഴകി വീണ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അഗ്നിശമന സേന എത്തി മരങ്ങൾ മുറിച്ചു നീക്കുന്നുണ്ട്. മാടക്കത്ര അയ്യപ്പൻകാവ് പരിസരത്ത് കിഴക്കൂട്ട് രമണിയുടെ വീടിന് മുകളിലേക്ക് അടുത്ത പറമ്പിലെ മരം വീണ് നാശനഷ്ടമുണ്ടായി. മണ്ണുത്തി കുണ്ടംകുളം റോഡിൽ മരങ്ങൾ വൈദ്യുതി ലൈനിലേക്ക് കടപുഴകി വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. തൃശൂർ സ്വരാജ് റൗണ്ടിലേക്ക് തേക്കിങ്കാട് മൈതാനിയിലെ മരങ്ങൾ വീണു. നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിൽ പുത്തൂർ നടത്തറ പഞ്ചായത്തുകളിൽ വ്യാപക നാശനഷ്ടം. പുത്തൂർ നടത്തറ പഞ്ചായത്തുകളിൽ ഉണ്ടായ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. വൈദ്യുത പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. നടത്തറ പഞ്ചായത്തിലെ കൂട്ടാല, മുളയം, കൊഴുക്കുള്ളി എന്നിവിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. കൊഴുക്കുള്ളി ലക്ഷം വീട് സ്വദേശി കൃഷ്ണാപുരത്ത് വിജയുടെ ഷീറ്റ് മേഞ്ഞ വീടിന് മുകളിൽ മരം വീണ് നാശനഷ്ടം സംഭവിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ പൊന്നൂക്കര, പുത്തൂർ, കൈനൂർ, പുത്തൻകാട്, വെട്ടുകാട്, ശാന്തിനഗർ, റോയൽ നഗർ എന്നിവിടങ്ങളിലാണ് മരങ്ങൾ കടപുഴകി വീണത്. പുത്തൂർ പൗണ്ട് റോഡിലെ പകൽ വീടിന് മുകളിലും മരം വീണു. പഞ്ചായത്ത് പരിധിയിൽ പല സ്ഥലത്തും പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതിനാൽ ഏറെ നേരം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. മാന്നാമംഗലം പുത്തൂർ റൂട്ടിൽ പുത്തൻകാട് റോഡിലേക്ക് മരം വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. അതുവഴി വന്ന വാഹനയാത്രക്കാരും ബസ് ജീവനക്കാരും ഏറെ നേരം ശ്രമിച്ചാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വൈദ്യുതി തൂണുകൾ തകർന്നു. വൈദ്യുതി വൈകും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വീശിയ അതിശക്തമായ കാറ്റിൽ പട്ടിക്കാട് ഇലക്ട്രിക് സെക്ഷനുകളിൽ വിവിധയിടങ്ങളിലായി 80 വൈദ്യുതി തൂണുകൾ തകർന്നു. 18 HD ലൈനുകളും 62 വൈദ്യുതി തൂണുകളുമാണ് തകർന്നത്. വൈദ്യുതി ലൈനിന് കുറുകെ മരം വീണിട്ടാണ് ഭൂരിഭാഗം വൈദ്യുതി തൂണുകളും ഒടിഞ്ഞത്. വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ വൈകുമെന്ന് KEB അധികൃതർ അറിയിച്ചു. തൃശൂരിൽ വീണ്ടും ചുഴലിക്കാറ്റ്. പലയിടത്തും മരങ്ങൾ വീണു. പുഴയ്ക്കൽ അയ്യന്തോൾ റോഡിൽ മാവുകൾ വീണു. തട്ടുകടക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ജില്ലയിൽ വീണ്ടും മിന്നൽ ചുഴലി. വ്യാപക നാശനഷ്ടം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് മഴയ്ക്കൊപ്പം ശക്തമായ മിന്നൽ ചുഴലി ഉണ്ടായത്. രാവിലെ പ്രസന്നമായ കാലാവസ്ഥയായിരുന്നു. പെടുന്നനെയുണ്ടായ ചുഴലിയിൽ മരങ്ങൾ വീണാണ് വ്യാപക നാശനഷ്ടം ഉണ്ടായത്. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും മുകളിലേക്കും റോഡുകളിലേക്കും മരം വീണു. പലയിടത്തും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു.
മരം മുറിച്ചു മാറ്റുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 2 വൻമരങ്ങളാണ് വീണത്. ഒരു മാവ് അടിയിൽ നിന്നും 2 മീറ്ററോളം മുകളിൽ വെച്ച് മുറിഞ്ഞു വീഴുകയായിരുന്നു. സമീപത്ത് നിന്നിരുന്ന മറ്റൊരു വൻമാവും കടപുഴകി വീണു. മാവുകളോട് ചേർന്നുള്ള തട്ടുകടയിലെ ജീവനക്കാരും ഊണ് കഴിക്കുവാൻ എത്തിയവരും പുറത്തേക്കോടി. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് കടയുടമ പറഞ്ഞു. കടയോട് ചേർന്നാണ് മരങ്ങൾ നിന്നിരുന്നതെങ്കിലും കടയ്ക്ക് യാതൊരു കേടുപാടും വീഴ്ത്തിയില്ല. തൃശൂർ കുറപ്പം റോഡിലെ കാർ പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപം നിന്നിരുന്ന വൻമരവും ചുഴലിക്കാറ്റിൽ മറിഞ്ഞു വീണു. തൃശൂർ സ്വരാജ് റൗണ്ടിൽ ജനറൽ ആശുപത്രിക്ക് സമീപം തേക്കിൻകാട് മൈതാനിയിലെ മരവും റോഡിലേക്ക് വീണു. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ കുറുവന്നൂരും തേക്കുമരം കടപുഴകി ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണു. പീച്ചി ആൽപ്പാറയിലും ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടു. എവിടെയും ആളുകൾക്ക് അപകടമുണ്ടായതായി റിപ്പോർട്ടില്ല. കഴിഞ്ഞ ദിവസം വരന്തരപ്പള്ളി മേഖലയിലാണ് ചുഴലിക്കാറ്റ് വീശിയത്. ധാരാളം മരങ്ങൾ വീണ് നാശനഷ്ടം വരുത്തിയിരുന്നു. തുടർച്ചയായി 2 ദിവസവും ഉച്ചനേരങ്ങളിലാണ് തൃശൂർ ജില്ലയിൽ ചുഴലിക്കാറ്റ് അനുഭവപ്പെട്ടത്. വടക്കാഞ്ചേരി ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. അത്താണി മിണാലൂരിൽ മരങ്ങൾ കടപുഴകി വീണ് വീട് തകർന്നു. കല്ലെടുത്തുപടി വീട്ടിൽ വള്ളിയമ്മുവിന്റെ വീടിന്റെ പുറകുവശമാണ് തകർന്നു വീണത്. തൊട്ടടുത്ത പറമ്പിലെ പനയും തേക്കുമരവുമാണ് വലിയ ശബ്ദത്തോടെ ഓടും ഷീറ്റുമേഞ്ഞ മേൽക്കൂരയ്ക്ക് മുകളിലേക്ക് വലിയ ശബ്ദത്തോടെ പതിച്ചത്. സംഭവ സമയം വെളിയമ്മുവിന്റെ മകൾ സിന്ധു മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ പുറത്തേക്ക് ഇറങ്ങിയോടി. പുറകുവശത്തെ വർക്ക് ഏരിയ, ശുചിമുറി ഉൾപ്പെടെ തകർന്ന നിലയിലാണ്. വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് മരങ്ങൾ മുറിച്ചുമാറ്റി. 1 മണി ഉണ്ടാവില്ല, 1 മണി 12 കഴിഞ്ഞ. ഞാനൊരു വീട്ടുപണിക്കൊന്ന് പോയിക്കായിരുന്നേ. ആ നേരത്തെ എൻ്റെ മോള് ഇവിടെ തന്നെ ഓട്ടോറിക്ഷ, കുട്ടി സ്കൂളിൽ പോയി, മരുമകൻ പണിക്ക് പോയി. ആ നേരത്തെ 2 മിനിറ്റ് കൊണ്ടാണ് ഈ കാര്യങ്ങൾ. കുട്ടി അകത്തായിരുന്നല്ലേ കുട്ടി മരിച്ചു പോകേണ്ടത്. കുട്ടി മഴ ഇങ്ങനെ വരണുണ്ട്. അപ്പോൾ തുണിയോളം എടുക്കാൻ ഇറങ്ങിയതാണ് മുറ്റത്തേക്ക്. അപ്പോൾ നിന്നാണ് പിന്നെ കുട്ടി അകത്തേക്ക് കയറിയില്ല. അങ്ങനെ കുട്ടി കാറ്റ് കണ്ടപ്പോൾ മാമൻ്റെ മോൻ്റെ വീട്ടിലേക്ക് പോയി. അത് അവിടുന്ന് അവർ പണി സ്ഥലത്തേക്ക് വിളിക്കുകയും ഇവിടെ വന്നപ്പോൾ എല്ലാവരും എനിക്ക് ആകെ വിഷമമായി. ഞാൻ ലോൺ കിട്ടിയിട്ട് കയറ്റിയതല്ല സാറേ. കൂലിപ്പണി എടുത്തിട്ട് എങ്കിലും ഭർത്താവില്ല, ആൺകുട്ടികളൊന്നുമില്ല. കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കയറ്റിയത്. ഞാനെനിക്കിനി ഒരു കിഡ്നിയൊന്നുമില്ല. താണിക്കുടം പഞ്ചായത്ത് ഓഫീസ് റോഡ് നാടിന് സമർപ്പിക്കുന്ന ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ അധ്യക്ഷം വഹിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു, സാവിത്രി രാമചന്ദ്രൻ, കെ പി പ്രശാന്ത്, മിഥുൻ തുടങ്ങിയ പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു. ആശയമുണ്ടായി. ആദ്യഘട്ടത്തിൽ തന്നെ അതിനെ ഒരു തുക ചെലവഴിക്കണം എന്നാലോചിച്ചപ്പോൾ സാധാരണ നിലയിൽ ഒരു റോഡ് പണിയുന്നതിന് കയ്യിൽ കിട്ടാത്ത വിധം പൈസയായി. MLA ഫണ്ട് അധികവും റോഡ് പണിതാൽ തന്നെ ചെറിയ ചെറിയ റോഡുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പൊതുവായിട്ടുണ്ടായി. വളരെ വലുതായ റോഡുകളാണെങ്കിൽ പ്ലാൻ ഫണ്ടോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ നടപ്പിലാക്കിയതുപോലെ വൺ ടൈം റോഡ് നിർമ്മാണമോ മുഖ്യമന്ത്രിയുടെ പേരിൽ നടത്തിയ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി പോലെ എന്തെങ്കിലും വലിയ പദ്ധതിയോ ഒക്കെ എടുത്തുകൊണ്ടാകണം എന്നാണ് പൊതുവിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ലൈൻ. എന്നാൽ ഈ റോഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് എന്ന് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗങ്ങളും ഒക്കെ ആശംസിച്ചിട്ടുണ്ട്. താണിക്കുടം പോലെ നമ്മുടെ ജില്ലയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരുന്ന ഒരു അമ്പലത്തിലേക്കുള്ള റോഡ് എന്നുകൂടി പരിഗണിച്ചുകൊണ്ട് ദേശവാസികളുടെയും കൂടി ആവശ്യങ്ങൾ നിറവേറ്റാവുന്ന വിധത്തിൽ മനോഹരമായ ഒരു റോഡായി മാറ്റണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അന്ന് 47 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഒരു റോഡ് നിർമ്മിക്കാം എന്നാലോചിച്ചത്. സത്യത്തിൽ ആ റോഡിന്റെ നിർമ്മാണ ഘട്ടങ്ങൾക്കുടനീളം പരാതി പറഞ്ഞവർ മാത്രം വന്നിരുന്നെങ്കിൽ ഈ ഓഡിറ്റോറിയം നടന്നേനെ എന്നാണ്. റോഡിന്റെ നിർമ്മാണം കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു പ്രശ്നമില്ലാതായി മാറി. എപ്പോഴും അങ്ങനെയാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും റോഡ് നിർമ്മാണം എപ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് പരാതികളുണ്ട്. ഇപ്പോ നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് നൽകിയ നിധിയിൽ നിന്നാണ് ബീച്ച് വാടാനി ടൂറിസ്റ്റ് കോറിഡോർ എന്ന നിലയിൽ മനോഹരമായ റോഡിന് നിർദ്ദേശം നൽകി.
ആ റോഡിന്റെ ഒരു ഘട്ടം എന്ന നിലയിൽ മംഗളംകാട് നിന്ന് കരിമാത്രയിലേക്കുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ നിലയിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെറിയ ചില അനവസരങ്ങൾ ഉണ്ടാക്കും. കാരണം 7 വർഷക്കാലത്തേക്കുള്ള ഗ്യാരണ്ടിയും 3 വർഷക്കാലത്തേക്കുള്ള വാറണ്ടിയും കൊടുക്കാമെന്ന റോഡാണ്. കോൾ പടവുകളുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കൂടുതൽ ശ്രദ്ധ നൽകുമെന്ന് മന്ത്രി കെ രാജൻ. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി പൊന്നാനി, തൃശൂർ കോൾ നിലങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വെള്ളപ്പൊക്കവും വരൾച്ചയും മറികടക്കുന്നതിനും നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും KLDC, KCB തുടങ്ങിയ ഏജൻസികളുടെ സഹകരണത്തോടെ 198.18 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കി വരികയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. കോൾപടവ് കർഷകരുടെ വാർഷിക പൊതുയോഗം തൃശൂർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജലവിതരണം കാര്യക്ഷമമായി നിർവഹിക്കുന്നതിനും വ്യത്യസ്ത സമയങ്ങളിൽ കൃഷി ആരംഭിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കാർഷിക കലണ്ടർ ഉടൻ പ്രസിദ്ധീകരിക്കും. കോൾ മേഖലയെ തെക്ക് വടക്കായി തിരിച്ച് ഒരു മേഖലയിൽ ഉപയോഗിച്ച വെള്ളം ഇതര മേഖലയിൽ കൃഷിയുടെ സമയമാകുമ്പോൾ ഉപയോഗിക്കുവാൻ കഴിയത്തക്ക വിധം സംഭരിച്ച് കുമ്മായത്തിന്റെ ഉപയോഗം കുറയ്ക്കുവാൻ ശ്രമിക്കുക. ചിറക്കൽ തോട്, പുത്തൻതോട് സ്ലൂയിസുകൾ അടച്ച് ഏനാമാക്കൽ, മുനയം, വളയം കെട്ടുകളുടെ പണി സമയബന്ധിതമായി പൂർത്തിയാക്കുക. ആലപ്പാട്ട്, പുള്ള മേഖലയിലെ ജലനിയന്ത്രണം ഓഗസ്റ്റ് ആദ്യവാരം തന്നെ ആരംഭിക്കുന്നതിന് ജലസേചന വകുപ്പ് നടപടി സ്വീകരിക്കുക. കോൾ മേഖലയിലെ ജലസേചന കനാലുകളിലെ ചണ്ടി, കുളവാഴ എന്നിവ അടിയന്തരമായി നീക്കം ചെയ്യുക. കൃഷിവകുപ്പ് ആവശ്യമായ നെൽവിത്ത്, കുമ്മായം എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്തുക. കാർഷിക കലണ്ടർ പ്രകാരമുള്ള സമയക്രമം എല്ലാ കർഷകരും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ രൂപരേഖയാണ് വാർഷിക പൊതുയോഗത്തിൽ സമർപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കൃഷിഭൂമി നികത്തിയത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് 2 കോടി രൂപ റിവോൾവിംഗ് ഫണ്ട് അനുവദിക്കും. കൃഷിഭൂമി നികത്തുന്നതിന് നേതൃത്വം നൽകുന്നവരിൽ നിന്ന് റവന്യൂ റിക്കവറിയിലൂടെ സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന്റെ ചെലവ് കാശ് ഈടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CV സജിത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുരളി പെരുന്നെല്ലി MLA, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, വിവിധ കോൾപടവ് കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉപദേശക സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. കോൾ കർഷക ഉപദേശക സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. മുല്ലശ്ശേരി മേഖല മുരളി പെരുന്നെല്ലി MLA, ചേർപ്പ് KK കൊച്ചുമുഹമ്മദ്, ഏനാമാവ് NK സുബ്രഹ്മണ്യൻ, തൃശൂർ കണിമംഗലം മേഖല കോളങ്ങാട് ഗോപിനാഥൻ, ആലപ്പാട് അന്തിക്കാട് മേഖല KK രാജേന്ദ്രബാബു, പാറളം പള്ളിപ്പുറം കോടന്നൂർ PR വർഗീസ് മാസ്റ്റർ, കാറളം ചെമ്മണ്ട മേഖല KK ഷൈജു, കാറളം കരുവന്നൂർ മുരിയാട് മേഖല AR രാജീവ്, അടാട്ട് പറപ്പൂർ മേഖല K സുധീർ, അരിമ്പൂർ അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ, കാട്ടൂർ എടത്തിരുത്തി മേഖല KH അബൂബക്കർ എന്നീ 11 അംഗ ഉപദേശക സമിതിയെയാണ് തിരഞ്ഞെടുത്തത്. നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പൊതുവായി എന്റെ വിശ്വാസം. അന്ന് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന അതിനേക്കാൾ സുദീർഘവും പ്രയാസകരവുമായിട്ടുള്ള ഒരു പ്രശ്നം ഇറിഗേഷന്റെ ജലവിതരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ബീച്ചി വെള്ളം വിതരണത്തിന്റെ അനുഭവക്കാരനായിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ്. പലപ്പോഴും മുളങ്ങുന്നത്തുകാവിലേക്ക് വെള്ളം വിടുന്ന ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യം ഉന്നയിക്കപ്പെടുമ്പോൾ പാണഞ്ചേരി പഞ്ചായത്തിലൂടെ ആ വെള്ളം കടന്നു പോകാൻ പറ്റില്ല എന്ന പ്രശ്നം ഉന്നയിക്കും. പാണഞ്ചേരിയിൽ വെള്ളം കൊടുക്കേണ്ട നേരത്ത് നമ്മൾ കൊടുക്കുന്നത് മറ്റൊരു സ്ഥലത്തേക്കായി മാറും. ഓരോ ഇടത്തും കൃഷിക്ക് വ്യത്യസ്തങ്ങളായ കാലങ്ങളിലും ദേശങ്ങളിലും നിന്ന് ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രശ്നം നിലനിന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ തന്നെ നിർദ്ദേശിച്ചനുസരിച്ച് കളക്ടർ പറഞ്ഞ് 2023-24 ഒരു കൃഷി കലണ്ടർ നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷെ അത് തീരുമാനിച്ചിറക്കി വരുമ്പോൾ 7/9/2023 മാറിയ ഒരു പ്രയാസം നമ്മുടെ മുന്നിലുണ്ടായി. അതുകൊണ്ടാണ് ഇത്തവണ കാർഷിക കലണ്ടറിന്റെ കരട് ഈ യോഗത്തിൽ തന്നെ വെച്ച് സമർപ്പിക്കാൻ വേണ്ടി തയ്യാറായത്. തൃശൂർ കോൾ മേഖലയെ വടക്കൻ മേഖലയിൽ നിന്നും തെക്കൻ മേഖലയിൽ നിന്നും 2ആയി തിരിച്ചാണ് ഈ കലണ്ടർ ഇപ്പോ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. വടക്കൻ മേഖലയിൽ 1-2 ഘട്ടങ്ങളിലായി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ വെള്ളം വറ്റിച്ച് കൃഷി ഇറക്കേണ്ട പാടശേഖരങ്ങളുടെ കരട് ലിസ്റ്റും, തെക്കൻ മേഖലയിൽ 1-2 ഘട്ടങ്ങളിലായി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വെള്ളം വറ്റിച്ച് കൃഷി ഇറക്കേണ്ട പാടശേഖരങ്ങളുടെ കരട് ലിസ്റ്റും ഇപ്പോ ഈ അവതരണത്തിന്റെ ഭാഗമായി ഇവർ ബന്ധപ്പെട്ട കൃഷി ഉദ്യോഗസ്ഥന്മാർ
നേരത്തെ പറഞ്ഞതുപോലെ കാർഷിക സർവകലാശാലയും ബന്ധപ്പെട്ട പാടശേഖരങ്ങളുമായും കോഡ് ഉപദേശക സമിതിയുമായും ബന്ധപ്പെട്ട് തയ്യാറാക്കി യോഗത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ സംവിധാനങ്ങൾ ശരിയായി പ്രവർത്തിക്കാത്തതിനാലാണ് മാലിന്യം കാനയിലേക്ക് എത്തുന്നത്. നേരിട്ട് വന്ന് നടത്തിയ പരിശോധനയിൽ റെയിൽവേ സ്റ്റേഷനിലെ സെപ്റ്റിക് സംവിധാനങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടെത്തിയതായി മേയർ എം കെ വർഗീസ് പറഞ്ഞു. മേയർ എം കെ വർഗീസിനൊപ്പം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ ഷാജൻ, വർഗീസ് കണ്ടംകുളത്തി, കോർപ്പറേഷൻ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘമാണ് റെയിൽവേ സ്റ്റേഷനിലെത്തി സംഭവസ്ഥലങ്ങൾ സന്ദർശിച്ച് പരിശോധന നടത്തിയത്. സംഭവത്തിൽ കൃത്യമായ നടപടിയെടുക്കുവാൻ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി മേയർ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ പരിധിയിലുള്ള കാനകൾ ചെന്നുചേരുന്നത് വഞ്ചിക്കുളത്തിലാണ്. അതിനാലാണ് ടോയ്ലറ്റ് മാലിന്യം വഞ്ചിക്കുളത്തിലും അതുവഴി KLDC കനാലിലും എത്തുവാൻ കാരണമാകുന്നതെന്നും സംഘം പറഞ്ഞു. 10-25,000 പേര് ദിവസം വന്നു പോകുന്നൊരു സ്ഥലമാണ് റെയിൽവേ. ഈ റെയിൽവേ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. പല സ്ഥലങ്ങളിലും അവർ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നതായിട്ടും നമുക്കറിയാം. പക്ഷേ തൃശ്ശൂരിനകത്ത് കാലങ്ങളായി ഇതുപോലെ ആൾക്കാർ വന്നു പോകുന്നതിനുള്ളതിനും അതുപോലെ തന്നെ ടോയ്ലറ്റ് ഇവിടെ എല്ലാ ജനങ്ങളിലും 25,000 പേരിൽ ഏകദേശം ഒരു പകുതി ജനങ്ങളെങ്കിലും ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ആ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നവർക്ക് അത് നിയമാനുസൃതം അല്ലെങ്കിൽ കൃത്യതയോട് കൂടി അത് ഒരു ട്രീറ്റ്മെൻറ്റ് നടത്താവുന്ന ഒരു സംവിധാനം ഇല്ല എന്ന് ഞങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടു. കാരണം ഒരു ഇതുപോലെ യാത്രക്കാരൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല. ഒരു സ്ക്രീൻഷോട്ട് തന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു ഗുരുതര വീഴ്ചയാണ്. നടത്തറ പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ 3-അംഗ സംഘം വെട്ടിക്കൊന്നു. പ്രതികൾ ഒല്ലൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ. നടത്തറ ഐക്യനഗർ സ്വദേശി അകത്തേപ്പറമ്പിൽ 48 വയസ്സുള്ള സതീഷാണ് കൊല്ലപ്പെട്ടത്. 3-അംഗ സംഘമാണ് സതീഷിനെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വെട്ടി കൊലപ്പെടുത്തിയത്. പ്രതികളായ പൊന്നൂക്കര സ്വദേശി സജിതൻ, വലക്കാവ് സ്വദേശി ഷിജോ, പൂച്ചട്ടി സ്വദേശി ജോമോൻ എന്നിവർ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി 11:30-ഓടെയാണ് സംഭവം. പൂച്ചട്ടി ഗ്രൗണ്ടിന് സമീപം റോഡിലാണ് സതീഷ് വെട്ടേറ്റ് കിടന്നിരുന്നത്. അപകടമാണെന്ന് കരുതി നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്നാണ് വെട്ടേറ്റതാണെന്ന് തിരിച്ചറിഞ്ഞത്. പ്രതികളും സതീഷും സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ ദിവസം ബാറിൽ വെച്ച് നടന്ന ബർത്ത്ഡേ പാർട്ടിക്കിടെ തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു കൊലപാതകം. മലങ്കര വർഗീസ്, ഗുണ്ടാ നേതാവ് ചാപ്ലി ബിജു എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട സതീഷ്. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25-ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have
have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മളെ വിട്ട് ഒന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അതെ അതെ. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് കേരളയുടെ 14ാമത് തൃശൂർ ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും പൊതുസമ്മേളനവും തൃശൂരിൽ നടന്നു. കേരള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് റാഫി ഫിനെക്സ് അധ്യക്ഷത വഹിച്ചു. പി വിജയൻ IPS ADGP മുഖ്യപ്രഭാഷണം നടത്തി. സിനിമാ താരങ്ങളായ ജയരാജ് വാര്യർ, ഇർഷാദ് അലി, യുവ സിനിമാ സംവിധായകൻ ശ്രീകുമാർ, ജില്ലാ ട്രഷറർ TG ജയേഷ്, പ്രോഗ്രാം മുൻ ജില്ലാ സെക്രട്ടറി ജോയ് മാധ, LSWAK ജില്ലാ പ്രസിഡന്റ് സാബു തൃപ്രിയാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഷിജോൺ അലൻ ജിസ് സ്വാഗതവും ജനറൽ കൺവീനർ ബെന്നി നീലങ്കാവിൽ നന്ദിയും പറഞ്ഞു. ഓണേഴ്സ് ഗിൽഡ് ലൈറ്റ് ഷോ 2024 ലൈറ്റ് ഷോയുടെ മത്സരാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലെ മുതിർന്നവരെ ആദരിക്കലും പി വിജയൻ IPS ADGP നിർവഹിച്ചു. SSLC+2 സൗണ്ട് എഞ്ചിനീയറിംഗ് എന്നിവയിൽ വിജയം കൈവരിച്ചവരെ സിനിമാ താരങ്ങളായ ജയരാജ് വാര്യർ, ഇർഷാദ് അലി തുടങ്ങിയവർ ചേർന്ന് പുരസ്കാരങ്ങൾ നൽകലും യുവ സിനിമാ സംവിധായകനും സംഘടനയുടെ അംഗവുമായ ശ്രീകുമാറിനെ ആദരിച്ചു. തൃശൂർ സ്വരാജ് റൗണ്ടിൽ നടത്തിയ ദീപാലങ്കാര മത്സരത്തിന്റെ വിജയികൾ: ഫസ്റ്റ് പ്രൈസ് ഷെറിൻ KS, ഡ്രീം സൗണ്ട് നെടുപുഴ; സെക്കൻഡ് പ്രൈസ് ജെൻസൺ CJ, ലൈറ്റ് ആൻഡ് സൗണ്ട് പാവറട്ടെ; തേർഡ് പ്രൈസ് ജോഷി T അമൽ, മരിയ സൗണ്ട് കോടന്നൂർ. താളിക്കോട് ജീവൻ ജ്യോതി പബ്ലിക് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി അനുഗ്രഹ് സ്വകാര്യ വ്യക്തി പാഠം നികത്തിയപ്പോൾ തനിക്കും പരിസരവാസികൾക്കും വെള്ളക്കെട്ടുണ്ടാക്കിയ പ്രയാസങ്ങൾ ജില്ലാ കളക്ടറെ ശ്രദ്ധയായി. കഴിഞ്ഞ ദിവസം ജവഹർ ബാലഭവൻ അധ്യക്ഷൻ കൂടിയ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ബാലഭവൻ സന്ദർശിക്കാൻ എത്തിയ ശേഷം കുട്ടികളെ പരിചയപ്പെടുകയും വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്തപ്പോൾ അനുഗ്രഹ് പാഠം നികത്തി തന്റെ വീട്ടിൽ വെള്ളം കയറിയ പ്രയാസങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. നടപടി സ്വീകരിക്കാമെന്ന് കളക്ടർ പറയുക മാത്രമല്ല, ഉടൻ ഗൺമാനോട് അനുഗ്രഹിന്റെ അച്ഛന്റെ പേരും ഫോൺ നമ്പറും വാങ്ങി. അനുഗ്രഹ് വീട്ടിലെത്തും മുമ്പേ ഗൺമാൻ അനുഗ്രഹിന്റെ വീട്ടിലെത്തി അച്ഛനെ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. പാടം നികത്തിയ പത്രവാർത്തകളും കർഷകരുടെ പരാതിയിൽ മണ്ണിടൽ നിർത്തിയെങ്കിലും മണ്ണ് നീക്കം ചെയ്യാത്തതിനാൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പരിസരത്തെ വീടുകളിൽ വെള്ളം കയറി ഏറെ നാശനഷ്ടങ്ങളുണ്ടായ വിവരങ്ങൾ ഗൺമാനെ അറിയിച്ചു. അനധികൃതമായി പാടം മണ്ണിട്ട് നികത്തിയ സംഭവം നേരിൽ കണ്ട് മനസ്സിലാക്കിയ കോർപ്പറേഷൻ അധികാരികളും വില്ലേജ് കൃഷിവകുപ്പും അധികൃതരും പരാജയപ്പെട്ടിടത്ത് ഒരു 8ാം ക്ലാസ്സുകാരൻ വിഷയം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി നാട്ടുകാരുടെ പ്രശംസ പിടിച്ചുപറ്റി. അധ്യാപക ദമ്പതികളായ താണിക്കുടം വടക്കേച്ചുങ്കത്ത് K ഹരീഷിന്റെയും കവിതയുടെയും മകനാണ് ബാലഭവനിൽ വയലിൻ പഠിക്കുന്ന അനുഗ്രഹ് എന്ന കൊച്ചുമിടുക്കൻ. ഈ സൽപ്രവൃത്തിയിലൂടെ സഹപാഠികൾക്കും നാട്ടുകാർക്കും മാതൃകയായി. ഇത് ഞങ്ങളുടെ പാടാണ്. അവിടെ ഒരാള് മറ്റേ പാടത്ത് റോഡ് കെട്ടി ഉണ്ടാക്കിയപ്പോൾ ഇവിടേക്ക് വെള്ളം കയറുന്ന രീതിക്കായി. ആ വെള്ളിച്ചൻ്റെ അവിടെ മുഴുവൻ വെള്ളം കയറിയിട്ട് ആകെ കുഴപ്പമായി. പിന്നെ ആ റോട്ടിൽ മുഴുവൻ വെള്ളം കയറിയിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. 2 ദിവസം വീട്ടിലാണ് ഇരിക്കാറുണ്ട്. ഇവിടെ പാമ്പുകളുടെ ഒക്കെ ശല്യമായിട്ട് ഇവിടെ മുഴുവൻ വെള്ളം കയറി. പിന്നെ അപ്പുറത്തെ വീട്ടിൽ മുഴുവൻ വെള്ളം കയറിയിട്ട് അങ്ങനെ കുറച്ച് കുഴപ്പമുണ്ടായി. പിന്നെ കളക്ടർ ആദ്യം കണ്ടത് അവിടെ വന്നിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. ഇത് കാര്യം അപ്പോൾ ആള് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഈ 2024 വേനൽക്കാലത്ത് മെയ് 8-നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയിട്ട്
പാടം മണ്ണിട്ട് നികത്തിയിട്ടൊരു അനധികൃതമായിട്ട് വഴി നിർമ്മിക്കുകയായിരുന്നു. അത് നിർമ്മിച്ചത് തന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഒരു ഇറിഗേഷൻ്റെ കീഴിലൊരു ചാലുണ്ട്. ആ ചാലിൻ്റെ മീതെ കൂടെ അനുമതിയില്ലാതൊരു പാലം നിർമ്മിച്ചിട്ട് അതുകൂടിയാണ് മണ്ണിട്ട് നികത്തുണ്ടായിരുന്നത്. അന്നേ ഞങ്ങളത് വിചാരിച്ചതാണ്. ഈ മഴക്കാലത്ത് വെള്ളക്കെട്ട്, താണിക്കോടം പ്രദേശം സ്വതവേ നല്ല വെള്ളക്കെട്ട് ഉണ്ടാവാറുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഇട്ടപ്പോൾ തന്നെ ഞങ്ങളത് കർഷകർ കുറച്ച് പേര് ഇടപെട്ട് അത് സ്റ്റോപ്പ് ചെയ്യലും സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ചെയ്തു. പക്ഷെ അന്ന് തട്ടിയിട്ടുള്ള ലോഡ് മണ്ണുകളും വേസ്റ്റുകളും ഇതേവരെ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടില്ലാത്തതിനാൽ ഞങ്ങൾ അന്നേ പരാതി കൊടുത്താണ് മെയ് 8-ന്. പക്ഷേ ഈ സർക്കാർ നടപടികളെല്ലാം അങ്ങനെ എഴിഞ്ഞു പോകുന്നൊരു അങ്ങനെയുള്ളൊരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ മെയ് 8-ലത്തെ അത് ഇപ്പോഴും റിപ്പോർട്ട് ചോദിക്കലും കൃഷിഭവനിലേക്ക് റിപ്പോർട്ട് അയക്കലും വില്ലേജിലേക്ക് റിപ്പോർട്ട് അയക്കലും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ച് ഇവിടെ വെള്ളം പൊങ്ങുന്നുണ്ട്. അതിനാണ് ഈ കഴിഞ്ഞ 2 ദിവസം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ട് കനത്ത മഴ പെയ്തോട് കൂടിയിട്ട് ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാവുകയും പുലർച്ചെ 2 മണിയാകുമ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ളത് വല്യച്ഛൻ്റെ വീടാണ്. അവിടെ അവർ ആരോഗ്യപരമായിട്ടൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് വല്യമ്മ. അപ്പോൾ പുലർച്ചെ 2 മണിയാകുമ്പോഴാണ് അവർ വിളിക്കുന്നത് വെള്ളം അകത്തേക്ക് കയറാനുള്ളൊരു രീതിയായി എന്നുള്ളത്. അപ്പോൾ തന്നെ ഞങ്ങൾ രാത്രി എഴുന്നേൽക്ക് പോവുകയും അതിനുള്ള സൗകര്യം അവരെ മാറ്റാനുള്ള സൗകര്യം അവിടെ ചെയ്യുകയും ചെയ്തു. തുടർന്നും വെള്ളക്കെട്ട് ഒഴിയാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. കൊടകര ബ്ലോക്ക് വയോജനങ്ങളുടെ തണൽ സംഘടന കൊടകര ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ പകൽവീട് മന്ദിരത്തിൽ കർക്കിടക കഞ്ഞി വിതരണം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ശ്രീമതി സജിനി സന്തോഷ് അധ്യക്ഷത വഹിച്ച പ്രസ്തുത ചടങ്ങ് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജോയ് നെല്ലിശ്ശേരി, കൊടകര പഞ്ചായത്ത് തണൽ പ്രസിഡന്റ് MO ഡേവീസ്, വേലായുധൻ പുതുശ്ശേരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തണൽ വാർഡ് പ്രസിഡന്റ് ശ്രീ തോമസ് പുല്ലോക്കാരൻ സ്വാഗതം ആശംസിച്ചു. മുൻ മെമ്പർ VK സുബ്രഹ്മണ്യൻ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചു. പകൽവീട് മന്ദിരത്തിന് ഭൂമി നൽകിയ കോമ പുതുശ്ശേരിക്ക് കർക്കിടക കഞ്ഞിയുടെ ആദ്യ വിതരണം നടത്തി. പ്രസ്തുത ചടങ്ങിൽ 200-ലേറെ പേർ പങ്കെടുത്തു. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാനുണ്ടാവും. അമ്മമാരാണ് കൂടുതൽ ചുരുങ്ങേണ്ടി വരുന്നുണ്ടാവുക. അച്ഛന്മാർക്കും അറിയാൻ കാര്യങ്ങൾ. അപ്പോ ഇപ്പൊ വന്നിട്ടുള്ള മാറ്റം വെച്ചാൽ കർക്കിടക കഞ്ഞി ഇപ്പോ നിർബന്ധമായിട്ടും കഴിക്കേണ്ടതാണെന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. കാരണം നമ്മുടെ കാലാവസ്ഥ മാറി, ശരീരഘടന മാറി, ആരോഗ്യ ശൈലികള്, ജീവിത ശൈലികളൊക്കെ മാറിയില്ലേ ഇല്ലേ? മുൻകാലത്തെ പോലെയല്ല. അപ്പൊ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് മുമ്പുള്ള ആളുകൾ ആചാരവൃത്തി പ്രകാരം അല്ലെങ്കിൽ ശാസ്ത്രീയമായ വർഷങ്ങൾ വെച്ചുകൊണ്ട് കഴിച്ചിരുന്ന ഭക്ഷണസാധനമാണ് കർക്കിടക കഞ്ഞി. ജനശ്രീ ജില്ലാ മിഷന്റെ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ഉദ്ഘാടനവും അനുസ്മരണ സമ്മേളനവും സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ചെയർമാൻ MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. O അബ്ദുൾ കുട്ടി അധ്യക്ഷം വഹിച്ചു. N ശ്രീകുമാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജീവകാരുണ്യ പ്രവർത്തനോദ്ഘാടനം ഡോക്ടർ BS ബാലചന്ദ്രൻ നിർവഹിച്ചു. മുൻ MLA PA മാധവൻ, MP ജാക്സൺ, KV ദാസൻ, KV ഷാനവാസ്, PK രാജൻ, MI ബേബി, മണികണ്ഠൻ ആലപ്പാട് തുടങ്ങിയവരും പങ്കെടുത്തു. സെക്രട്ടറി AT ജോസ് സ്വാഗതവും ട്രഷറർ ഷീബ പ്രദീപ് നന്ദിയും പറഞ്ഞു. രൂപം കൊടുക്കുമ്പോൾ അതിൽ ആദ്യത്തെ ആലോചനയായിരുന്നു ഉദ്ഘാടനം ചെയ്തത് നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സർക്കാരിതര സംവിധാനമായി ഗാന്ധിയൻ ആദർശങ്ങൾ നടപ്പിലാക്കുന്ന ദാരിദ്ര്യത്തിനും തൊഴിലില്ലായ്മയ്ക്കെതിരെയുള്ള ശക്തമായ ഒരു സമരമുഖം തുറന്ന ഈ ജനശ്രീ മിഷന്റെ രൂപീകരണത്തിലും അതിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് ഏറ്റവും അധികം പ്രചോദനം നൽകിയത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. അദ്ദേഹം നമ്മെ വിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ 1 വർഷം പിന്നിടുകയാണ്. 18-ാം തീയതി അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം രാജ്യമൊട്ടും അന്ന് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് തൃശ്ശൂർ ജില്ലാ ജനശ്രീ മിഷൻ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഫെബ്രുവരി 2-നായിരുന്നു ജനശ്രീ മിഷന്റെ 17-ാം വാർഷികം കോട്ടയത്ത് മാമൻ പപ്പളമാണ് നടത്തിയത്. ഉമ്മൻചാണ്ടി കല്ലറയിലായിരുന്നു സമ്മേളനം. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രതിനിധികൾ ആ സമ്മേളനത്തിന്
മാമന്മാർക്കുള്ള ചെങ്ങാലൂർ കുണ്ടുകടവിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. 11 വീടുകളിലും ഒരു കാറിലേക്കും മരങ്ങൾ കടപുഴകി വീണു. പ്രദേശത്തെ കാർഷിക വിളകൾക്കും പരക്കെ നാശനഷ്ടം. ഞായറാഴ്ച രാവിലെ 8 മണിയോടെയാണ് കാറ്റ് വീശിയത്. പയ്യമ്പിള്ളി രാജുവിന്റെ വീടിന്റെ മുകളിലേക്ക് മാവ് കടപുഴകി വീണു. മരം വീണ് താനത്തുപറമ്പിൽ കൃഷ്ണൻ ഭാര്യ വിശാലാക്ഷിയുടെ വീടിന്റെ ട്രസ് ഷീറ്റിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. പുളിക്കപ്പറമ്പിൽ കുട്ടന്റെ വീടിനോട് ചേർന്ന് വൻ തേക്കുമരമാണ് വീണത്. വീടിന്റെ മുകളിൽ വീഴാത്തതിനാൽ വൻ അപകടം ഒഴിവായി. മുല്ലയ്ക്കപ്പറമ്പിൽ ശ്രീലതയുടെ വീടിന്റെ മുകളിലേക്കും മരം വീണു. മുല്ലശ്ശേരി തങ്കമണി, തയിൽ രാമനാഥൻ, ചുള്ളിപ്പറമ്പിൽ മനോജ്, ഒല്ലൂക്കാരൻ പോൾ, കൊരട്ടിക്കാരൻ അമ്മണി എന്നിവരുടെ വീടുകളിലേക്കും മരങ്ങൾ കടപുഴകി വീണു. പൂയത്ത് ജയയുടെ വീട്ടുമതിൽ മരം വീണ് തകർന്നു. ആറ്റുപിള്ളിയിൽ മൂക്കുപറമ്പിൽ അശോകന്റെ പറമ്പിൽ നിന്നിരുന്ന മാവ് വീടിന് മുകളിലേക്ക് വീണു. മേലെ വീട്ടിൽ മാലതിയുടെ വീടിന് മുകളിലേക്ക് തൊട്ടടുത്ത പറമ്പിലെ മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു. കോറ്റുകുളം സുരേഷിന്റെ കാറിന്റെ മുകളിൽ മരത്തിന്റെ ചില്ലകൾ ഒടിഞ്ഞു വീണു. നന്ദിപുലം എരിയക്കാടൻ ഗിരീഷിന്റെ 300ഓളം കുലച്ച വാഴകളാണ് മിന്നൽ ചുഴലിയിൽ നഷ്ടമായത്. പനക്കൽ സിംസന്റെ 4 ജാതിമരവും ഒരു തെങ്ങും കടപുഴകി വീണു. തോബി തോട്ടിയാന്റെ 25ഓളം കുലച്ച വാഴകൾ കടപുഴകി വീണു. ചിറ്റിയത്ത് സുനിൽകുമാറിന്റെ 6 ജാതിമരങ്ങളും ഒരു തേക്കും മഹാഗണിയും കടപുഴകി വീണു. തോട്ടിയാൻ ഓമന വിൽസന്റെ 6 ജാതിമരവും 2 കവുങ്ങും വീണു. പൂയത്ത് ആനന്ദവലിയുടെ ഒരു തേക്കും ഒരു തെങ്ങും വീണു. വെങ്ങാട്ടുപറമ്പിൽ മാർക്സിന്റെ 6 ജാതിയും കടപുഴകി വീണു. മേഖലയിലെ വൈദ്യുത കമ്പികളിലേക്കും മരങ്ങൾ വീണു. വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലത്ത് കെ രാമചന്ദ്രൻ MLAയും പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജുവിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരും സന്ദർശനം നടത്തി. നടത്തറ തിരുഹൃദയ ദേവാലയത്തിൽ സംഘടിപ്പിച്ച സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഇടവക വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. കേരള ലേബർ മൂവ്മെന്റ്, KLM ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നിവർ ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പള്ളി ഹാളിൽ നടത്തിയ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിൽ KLM പ്രസിഡന്റ് സോജൻ ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു. സഹവികാരി ഫാദർ ഗ്ലാഡിക് പൊട്ടക്കുഴി അനുഗ്രഹ പ്രഭാഷണം നടത്തി. KLM ട്രഷറർ ജോമി ത്രിക്കുകാരൻ, വൈദ്യരത്നം ഔഷധശാല അസോസിയേറ്റ് പ്രൊഫസർ മാലിനി മേനോൻ, KLM അതിരൂപത ട്രഷറർ ജോയ് മാളിയേക്കൽ, AMAI പ്രസിഡന്റ് ഡോക്ടർ സജന, ഡോക്ടർ ഏലിയാമ റാഫേൽ, വർഗീസ്, കൈക്കാരന്മാരായ റോയ് ചക്കാലക്കൽ, ദേവസി തെക്കേക്കര, ജോയ്സൺ അച്ചാണ്ടി, ഡേവിസ് തെക്കേക്കര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി പേരാണ് ക്യാമ്പിൽ പങ്കെടുത്ത് ചികിത്സ തേടിയത്. തിരിച്ചെത്താം ഒരു വേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. വീണ്ടും വാർത്തയിലേക്ക്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണ്ണുത്തി യൂണിറ്റ് കൺവെൻഷൻ, മെമ്പർഷിപ്പ് വിതരണം എന്നിവ വെള്ളാനിക്കര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സൂപ്രണ്ട് ഡോക്ടർ KS ജയന്തി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് വാസുദേവൻ അധ്യക്ഷം വഹിച്ചു. MS ശങ്കരനാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി A അറുമുഖൻ മെമ്പർഷിപ്പ് വിതരണം നടത്തി. OK മധുസൂദനൻ, PA ആസീസ്, EA സൈനുദ്ദീൻ, P ദാശായണി, ലളിത തുടങ്ങിയവർ സംസാരിച്ചു. അപ്പൊ നമ്മളിപ്പോ നേടിയെടുത്ത സംഭവങ്ങൾ, ആനുകൂല്യങ്ങൾ, അലവൻസുകൾ, ഇതെല്ലാം നിലനിർത്തി പോകണം.
പോകാതിരിക്കേണ്ട, നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കണം. കിട്ടാനുള്ളത് നമ്മൾ നേടിയെടുക്കും വേണം. അത് നമുക്ക് കുറേ കാര്യങ്ങൾ ഇപ്പം നമുക്കറിയാവുന്നതാണ്. പങ്കാളിത്ത പെൻഷൻ, PFRD നിയമനം, അതുവഴി നമുക്ക് നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അവരെ പെൻഷൻ എവിടെ പോകുന്നു, ഇവിടെ നമുക്ക് കേരളത്തിലൊരു ഉറപ്പ് തന്നിട്ടുണ്ട് അല്ലേ, അഷ്വേർഡ് പെൻഷൻ എന്ന് പറഞ്ഞിട്ട്. മറ്റുള്ളത് എവിടെ പോകണമെന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയാണ് പങ്കാളിത്ത പെൻഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓരോ കാര്യത്തിലും നമ്മുടെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം, ഞാൻ PHCയിൽ എത്തുമ്പോൾ സിവിൽ സർജനാണ് നമുക്ക് ഉദ്യോഗസ്ഥർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഡെയിലി 1, 2, 3 നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ അത്രയും ഒരു 70,000 മേലെ പോസ്റ്റിംഗ് ഒരു വർഷം നടക്കുന്നുണ്ട്. ഉള്ളത് നമ്മൾ ഫില്ല് ചെയ്ത് പോകുന്നുണ്ട്. അധികൃതർ തിരിഞ്ഞു നോക്കാതെ വന്നതോടെ മാന്നാമംഗലം മരോട്ടിച്ചാൽ റോഡിലെ കുഴികൾ അടയ്ക്കുവാൻ നാട്ടുകാർ തന്നെ രംഗത്ത്. ഏറെ നാളായി കുണ്ടും കുഴിയും നിറഞ്ഞ് തകർന്നു കിടക്കുന്ന മാന്നാമംഗലം മരോട്ടിച്ചാൽ റോഡിലെ കുഴികളാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ അടച്ചത്. സ്വന്തം വീടിന് മുന്നിലെ റോഡിൽ രൂപപ്പെട്ട വലിയ കുഴികളിൽ കല്ലും മണ്ണും ഇട്ടാണ് നാട്ടുകാർ തങ്ങളാൽ കഴിയും വിധം കുഴികൾ അടച്ചത്. നാട്ടുകാരായ വെണ്ണാട്ടുപറമ്പിൽ ജെയിംസ്, ദേവസിക്കുട്ടി, ചെരടായി ജോൺസൺ, വാക്കനാപാടത്തിൽ പൗലോസ് എന്നീ കുടുംബങ്ങളുടെ നേതൃത്വത്തിലാണ് കുഴികൾ അടച്ചത്. നിരവധി സ്വകാര്യ ബസ്സുകളും മറ്റു വാഹനങ്ങളും സർവീസ് നടത്തുന്ന റോഡാണ് മാസങ്ങളായിട്ട് തകർന്നു കിടക്കുന്നത്. മാനാമംഗലം മുതൽ വെള്ളാനിക്കോട് റോഡ് വളരെ മോശമായി കിടക്കുകയാണ് കുറേ നാളുകളായിട്ട്. അപ്പോൾ ഗവൺമെൻറ്റിൽ വലിയൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. മലയോര ഹൈവേ സർവേ എല്ലാം കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പണികൾ ചില തടസ്സങ്ങൾ കാരണം നടന്നിട്ടില്ല. അപ്പോൾ എല്ലാ ആളുകളും നാട്ടുകാർ തന്നെ ഉത്സാഹിച്ച് തൽക്കാലം നമുക്ക് കുഴികളൊക്കെ ഒന്ന് നികത്തുകയാണെങ്കിൽ അവരവരുടെ വീടിൻ്റെ മുൻഭാഗങ്ങളും ആ പരിസരങ്ങളും ഒന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായി. ഞങ്ങളിപ്പോൾ ഇവിടെ അടുത്തുള്ളവർ കൂടി ഒരു കുറച്ച് ഭാഗം ഞങ്ങൾ ശരിയാക്കണം. അതുപോലെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ നാട്ടിലേക്ക് ആ മൊത്തം കുഴികളൊക്കെ മാറി റോഡ് ഒരു സഞ്ചാരയോഗ്യമാക്കി മാറ്റാം. തൃശൂർ കോൺഗ്രസ് സേവാദൾ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സേവാദൾ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ചാണാടി അനുസ്മരണ സമ്മേളനം നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. സേവാദൾ ജില്ലാ പ്രസിഡന്റ് PD റപ്പായി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ TA ആൻഡോ, TJ ജോസഫ്, ബാബു ജോസഫ്, സോണി സക്കറിയ, ആൻഡോ ജേക്കബ്, ഉല്ലാസ് നാട്ടിക, അലസ് പ്ലാക്കൽ, MA ജയശ്രീ, സിന്ധു മംഗലത്ത്, അർച്ചന അശോക്, ഷൈജു പേരമംഗലം, ബിജു നാട്ടിക തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മണ്ണുത്തിയിലും പരിസരത്തും വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. താണിക്കുളം പഞ്ചായത്ത് ഓഫീസ് റോഡ് റവന്യൂ മന്ത്രി K. രാജൻ നാടിന് സമർപ്പിച്ചു. നടത്തറ പൂച്ചട്ടി റോഡിൽ ഗ്രൗണ്ടിന് സമീപം മദ്യവയസ്കനെ 3-അംഗ സംഘം വെട്ടിക്കൊന്നു. കോൾപ്പടവുകളുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കൂടുതൽ ശ്രദ്ധ നൽകുമെന്ന് മന്ത്രി K. രാജൻ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണ്ണുത്തി യൂണിറ്റ് കൺവെൻഷൻ ഡോക്ടർ KS ജയന്തി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.